ഹായ് ഓൾ, അപ്പോൾ എല്ലാവരും ക്ലാസ് 12 CBSE പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ചാപ്റ്ററുകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫൈനൽ നമ്മൾ കാൽക്കുലേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്തമാറ്റിക്സിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, ഇൻ്റഗ്രൽസ് ആയിക്കോട്ടെ, ഒരുപാട് ഫോർമുലാസ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഒരു ചാപ്റ്റർ കഴിയുന്ന സമയത്ത് ആ ചാപ്റ്ററിലെ മുഴുവൻ ഫോർമുലാസും ഒരു പേപ്പറിലാക്കി തരാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സൈലം ഇതാ പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, മൈൻഡ് മാപ്പ് എന്ന പേരിൽ. ഒരു ചാപ്റ്ററിന്റെ മുഴുവൻ ഫോർമുലാസുകളും അതേപോലെ തന്നെ മുഴുവൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു പേപ്പറിലാക്കി കിട്ടുകയാണ് ഇതിലൂടെ. ഇപ്പം നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം നോക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യാനായിക്കോട്ടെ, എക്സാം സമയത്താണെങ്കിൽ വായിച്ച് നോക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ NCERT ബുക്കുകളും എന്ത് ചെയ്യേണ്ട, പരതി നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പേപ്പർ മാത്രം എന്ത് ചെയ്താൽ മതി, റെഫർ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്സിൽ 2 ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പുകൾ മാത്രമാണ്. നിങ്ങൾക്കറിയാം, അഗ്നി ബാച്ചിലർ ഈ ഫീസ് ഓൾറെഡി അവൈലബിൾ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് മൈൻഡ് മാപ്പിൽ ഉള്ളതെന്ന് പരിശോധിക്കാം. ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ മൈൻഡ് മാപ്പാണ്. ഇതിപ്പോൾ മാത്തമാറ്റിക്സിന് മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സിനും മൈൻഡ് മാപ്പ് ഉണ്ടായിരിക്കും, എല്ലാ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കും. ഇപ്പോൾ നോക്കുന്നത് മാത്സിൻ്റെ കാര്യം മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മുഴുവൻ കോൺസെപ്റ്റും മുഴുവൻ അതേ ഫോർമുലാസും എന്താണ് ഒരു പേജിൽ മക്കളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ ഒരു പേജിനുള്ളിലുള്ളതെന്ന്. അതായത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലേക്ക് വരുമ്പം ആ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മെയിൻലി റിലേഷൻസും ഫംഗ്ഷൻസുമാണുള്ളത്. ഇപ്പോൾ ഓരോന്ന് പറയുവാണെങ്കിൽ എന്തൊക്കെ റിലേഷൻസ് ഉണ്ട്, ടൈപ്സ് അല്ലേ, എംപ്റ്റി റിലേഷൻസ് ആയിക്കോട്ടെ, റിഫ്ലെക്സീവ് ആയിക്കോട്ടെ, സിമെട്രിക് ആയിക്കോട്ടെ, ട്രാൻസിറ്റീവ് ആയിക്കോട്ടെ, ഡെഫിനിഷൻസ് നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. ആ ഡെഫിനിഷൻസ് നോക്കാനായിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, NCERT ബുക്ക് പരതി പോകാനോ ക്ലാസ്സുകൾ റെഫർ ചെയ്യേണ്ടോ ആവശ്യമില്ല. പേപ്പർ മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കൗണ്ടിങ് ഓഫ് റിലേഷൻ എങ്ങനെയാണ്, ഇക്വാലൻസ് ക്ലാസിൻ്റെ ഫോർമുലാസ് എങ്ങനെയാണ് വരുന്നത്, ഫംഗ്ഷൻ എന്താണ്. ഫംഗ്ഷൻസ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണ്, ഗ്രാഫുകളാണ് അല്ലേ. നമ്മൾ NCERT ബുക്ക് നോക്കും, ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും നമ്മൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ലോഗരിതമിക് ആയിക്കോട്ടെ, മറ്റ് ഫംഗ്ഷൻസിൽ ഗ്രാഫൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗരിതമിക് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസും ഉണ്ട്. ആൻഡ് ഇവിടെ കാണുന്ന അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്താണ്, സിഗ്നൽ ഫംഗ്ഷൻ എന്താണ്, ഗ്രാഫുകളടക്കം അതിൻ്റെ ഡൊമെയിൻ റേഞ്ച് അടക്കം എന്താണ് ഗിവൺ ആണ്. പല ഫംഗ്ഷൻ്റെയും ഡൊമെയിൻ റേഞ്ച് നമുക്ക് എന്തറിയില്ല, പഠിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാഫിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡൊമെയിനും റേഞ്ചും കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ പേപ്പർ മാത്രം റെഫർ ചെയ്താൽ മതിയാവും. ഗ്രേറ്റസ്റ്റ് ഇൻജർ ഫംഗ്ഷൻ ഡൊമെയിൻ റേഞ്ച്, ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ എന്താണ്, പിന്നെ കോമ്പോസിഷൻ അല്ലെ, ഫംഗ്ഷൻ കോമ്പോസിഷനൊക്കെ അറിയാം എല്ലാവർക്കും. പിന്നെ മാപ്പിംഗ് എന്താണ്, 1 to 1, അതേപോലെ ഓൺ ടു ഫംഗ്ഷൻ എന്താണ്, ഇൻജക്റ്റീവ്, സർജക്റ്റീവ്, മെനി വൺ, അതേപോലെ എന്താണ് മക്കളെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, എന്തൊക്കെയാണ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ്, ഡെഫിനിഷൻസ്, ഫോർമുലാസ്, എല്ലാ കാര്യങ്ങളും ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ടോ അത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു പേജാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു മൈൻഡ് മാപ്പ് റെഫർ ചെയ്താൽ മാത്രം മതി, ആ ഒരു റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കയ്യിൽ വെക്കുന്നതാണെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം, ഓരോ സമയത്താണെങ്കിലും ഓരോ ഫംഗ്ഷൻ്റെ ഗ്രാഫുകൾ മനസ്സിലാക്കാനും അതേപോലെ നമ്പർ ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഫോർമുലാസ് ഓർത്ത് വെക്കാനൊക്കെ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു ചാപ്റ്ററാണ് നമ്മുടെ +2 കാൽക്കുലസിൻ്റെ ഇൻട്രോ പാർട്ടാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്, അറിയാം എല്ലാവർക്കും. കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്, ഡെറിവേറ്റീവ്സിൻ്റെ ഒരുപാട് ഫോർമുലാസ് വരുന്ന ചാപ്റ്റർ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ അടക്കം, അതായത് നമുക്ക് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അടക്കം എല്ലാ ഡെഫിനേഷൻസും ഉണ്ട്. എങ്ങനെയാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഓൾജിബ്ര വരുന്നത്, F+G എന്താണ് കണ്ടിന്യൂസ് ആവുന്നത്, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ്, ഡിഫറൻഷ്യബിലിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ, ഓൾജിബ്ര കാര്യങ്ങൾ, ചെയിൻ റൂൾ എന്താണ്, നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഫോർമുലാസ് ആവശ്യമുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഫോർമുലാസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പം ഓരോ ഫംഗ്ഷനും ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻസ്, sin x-ൻ്റെ, cos x-ൻ്റെ, tan x-ൻ്റെ, sec x-ൻ്റെ, e⁻x-ൻ്റെത്, പിന്നെ മറ്റേ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെത്, ഡെറിവേറ്റീവുകൾ, പിന്നെ എന്താണ് കോഷ്യൻ്റ് റൂൾ എന്ന് പറയുന്നത്, അതേപോലെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്താണ്, പാരാമെട്രിക് എന്താണ്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ മെത്തേഡ് അടക്കം സ്റ്റെപ്പ് അടക്കം വന്നിട്ടുണ്ട്, ഈ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൈൻഡ് മാപ്പിൽ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. സോ നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ മക്കളെ ഭയങ്കര ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അഗ്നി ബാച്ചിൽ ലൈവ് ക്ലാസ് ഓരോന്നായി കാണുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ടൈമുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നീട് ഓർത്ത് വെക്കാനായിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മൈൻഡ് മാപ്പ് വളരെ
പെടുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒരുപാട് പേരൊക്കെ അഗ്നി ബാച്ചിൽ കയറിയവരാണ്, ഒരുപാട് പേർക്കും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സൗകര്യം എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു സബ്ജക്റ്റിന് മാത്രമുള്ള കാര്യമല്ല മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാവർക്കും എന്തുണ്ടായിരിക്കും, മൈൻഡ് മാപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാവരും അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തവരായിരിക്കും മെജോറിറ്റിയും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും അടക്കം എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മക്കൾ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കാണാം.